ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നേ അതിരാവിലെയൊന്നും ഉണരാറില്ല കേട്ടോ. അതിൻ്റെ കാരണമൊന്നും എനിക്കറിയില്ല. എന്നാലും നമുക്ക് നമ്മുടെ ശീലങ്ങളൊന്നും അങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പൂജാമുറിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം വിളക്കൊക്കെ കൊളുത്തി കുറച്ച് സമയം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു കേട്ടോ. 2 ചായ ഇട്ട് വെച്ചിട്ട് എനിക്ക് വീടിനടുത്തുള്ള കാവിലേക്കൊന്ന് പോകണം. ചായ വേറെ ആർക്കും അല്ല, അച്ഛനും അമ്മയ്ക്കും. ഞാൻ വരുന്നത് വരെ അവരല്ലെങ്കിൽ എന്നെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ചായ ഇട്ടങ്ങ് വിളിച്ച് കൊടുത്തിട്ട് പോയാൽ എനിക്ക് സമാധാനമായിട്ട് തൊഴുതിട്ട് വരാം. അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കാവ് കേട്ടോ. അപ്പോൾ ഞാൻ ദാ കാവിലേക്ക് എത്തി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കാവും പരിസരവും. ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങൾ വരികയും തൊഴിയും ഒക്കെ ചെയ്യുന്ന ഞങ്ങളുടെ കാവാണിത്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എപ്പോഴും ഇവിടെ വരുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. വന്നപാടി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇടിയപ്പം ചെയ്യാമെന്ന് വെച്ചിട്ട് അതിനുള്ള വെള്ളമൊക്കെ ഒന്ന് അടുപ്പിലേക്ക് വെച്ചിട്ട് മാവൊന്ന് പൊട്ടിച്ചൊഴിച്ചു. വെള്ളമൊക്കെ പെട്ടെന്ന് തിളച്ച് വന്നു. മാവൊക്കെ ഞാൻ എന്താ മിക്സ് ചെയ്തു. നന്നായിട്ട് കുഴച്ചതിൻ്റെ പരുവത്തിലൊക്കെ അങ്ങ് കുഴച്ചെടുത്തു കേട്ടോ. അതിനുശേഷം ഇഡലി ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതെടുത്ത് ഞാൻ വെള്ളമായിട്ട് ഇൻഡക്ഷനിലോട്ട് പെട്ടെന്ന് വെച്ചു. കാരണം ഇതൊന്ന് പരത്തി എടുക്കുമ്പോഴേക്കും വെള്ളം ഒന്ന് തിളച്ചിരിക്കുമല്ലോ എന്ന് വെച്ചിട്ടെടുത്ത് വെച്ചതാണ്. പക്ഷേ എനിക്ക് അബദ്ധം പറ്റി. ഞാനത് ഓണാക്കാൻ മറന്നുപോയി കേട്ടോ. ഇൻഡക്ഷൻ ഓണാക്കിയില്ല. ഇതെടുത്ത് പരത്തിയെടുത്ത ഇടിയപ്പം എടുത്ത് അതിലോട്ട് വെക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു വെള്ളം. ഇത് ആദ്യത്തെ അബദ്ധമൊന്നുമല്ല, സ്ഥിരമായിട്ട് പറ്റുന്ന അബദ്ധങ്ങളാണ് ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ. പിന്നെ അമ്മ എന്നോട് പറഞ്ഞു ഉരുളക്കിഴങ്ങൊക്കെ അമ്മ ക്ലീൻ ചെയ്ത് തരാം, നീ അപ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സവാളയൊക്കെ അരിഞ്ഞു എടുത്തു. സവാളയൊക്കെ ഒരു ഇത് വാടി വന്നപ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങൊക്കെ കിട്ടി. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തു. അതുമൊക്കെ ഒന്ന് മിക്സ് ചെയ്തു. ഇത് അമ്മയുടെ ഒരു സ്പെഷ്യൽ കിഴങ്ങ് കറി കേട്ടോ. എൻ്റെ മക്കൾക്കും എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു കറിയാണ്. ഇത് ഞാൻ വെച്ചാൽ ഒരിക്കലും ഇത് ശരിയായിട്ട് വന്നിട്ടില്ല. അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ഒരിക്കലും ഞാൻ ചെയ്തിട്ട് വന്നിട്ടേ ഇല്ല കേട്ടോ. ഇതിന് ടേസ്റ്റ് നോക്കിയപ്പോൾ എന്തോ ഒരു വ്യത്യാസം. അപ്പോൾ മുറ്റത്ത് ഒരു തൈ ആയിരുന്നു ആ കറിവേപ്പില. അതിൻ്റെ മണ്ടയൊക്കെ ഒടിച്ചുകൊണ്ട് വന്നതിലിട്ടു. അപ്പോൾ അതാ ഇടിയപ്പവും കറിയൊക്കെ ഇവിടെ സെറ്റായി കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഇത് ചെയ്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാമെന്ന് വെച്ചിട്ട് എല്ലാം വാരിയിട്ട് കഴുകിയ വഴിക്ക് എൻ്റെ കൈയൊന്ന് മുറിഞ്ഞു കേട്ടോ. ചെറുതായിട്ടല്ല, അത്യാവശ്യം നന്നായിട്ട് മുറിഞ്ഞു. ഇതിൻ്റെ ഈ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ അച്ചില്ലേ, അതിനകത്തേക്ക് ഞാൻ കൈയിട്ടൊന്ന് കഴുകിയപ്പോൾ അതിൻ്റെ അറ്റ ഭാഗം കയറി കൊണ്ടതാണ്, നന്നായിട്ട് മുറിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്